വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കർക്കിടക സദ്യ നടത്തി. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് സദ്യയൊരുക്കിയത്. നാടൻ പച്ചമരുന്നുകൾ ചേർത്ത ഔഷധക്കഞ്ഞി, കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയത്, ചമ്മന്തി, വാഴപ്പഴം, മാമ്പഴം, നാളികേരം, പേരയ്ക്ക, മല്ലിച്ചായ എന്നിവയാണ് സദ്യയിലെ വിഭവങ്ങൾ. ഗീതാ ഗോപി MLA കർക്കിടകോത്സവം ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളാണ് MLA. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റാവുന്നത് ഇവിടെ ചെയ്യണം. PTA പ്രസിഡന്റ് ശശികല ആഴ്ചയിൽ 3 തവണ MLA സന്ദർശിക്കുന്ന PTA പ്രസിഡന്റ്. MP ഫണ്ട് നമുക്ക് കിട്ടി. MLA ഫണ്ട് 15 ലക്ഷം, സ്മാർട്ട് ക്ലാസ് റൂം അതിനുള്ള 5 ലക്ഷം. ഇനി നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ട് ഭാഗത്തിന്റെ മോഡിഫിക്കേഷൻ വരാൻ പോവുകയാണ്. മാസ്റ്റർ പ്രത്യേക താല്പര്യം എന്റെ അടുത്ത് പറഞ്ഞു, പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി നമുക്ക് 3 നിലത്തെ ഒരു ബിൽഡിംഗ് പണിയണം. MLA എൻട്രൻസിന്റെ കവാടം മാറ്റി നല്ലൊരു പ്രതീക്ഷയായ മാറ്റിയെടുക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൂടെ ഉറപ്പു നൽകുകയാണ്, ഒരു MLAക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് 5 കോടി രൂപയാണ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസപരമായി സർക്കാർ സ്കൂളുടെ വികസനത്തെ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആരാധ്യനായ സുഭാഷ് ചന്ദ്ര മാഷിന്റെ നിർദ്ദേശം ഞാൻ അപ്പാടെ സ്വീകരിച്ചുകൊണ്ട് ഈ വരുന്ന 25-ന് രാവിലെ 10 മണിക്ക് നമ്മുടെ ഈ കലാലയത്തിൽ പ്രധാനാധ്യാപിക വി രുക്മണി, PTA പ്രസിഡന്റ് ശശികല ശ്രീവത്സൻ, CV മുഹമ്മദ്, വികസന സമിതി അംഗങ്ങളും PTA അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കാക്കാത്തിരുത്തി പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി കാട്ടൂർ പോലീസ് പിടികൂടി. രാവിലെ 6 മണിയോടെയാണ് കാക്കാത്തിരുത്തി പാലത്തിന് സമീപത്ത് നിന്ന് കാട്ടൂർ SI വാസുദേവന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹനം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ കോഴിക്കോട് പുതുപ്പാടി കൈതപ്പൊയിൽ സ്വദേശി മന്നത്തുപറമ്പിൽ സിജി, ക്ലീനർ നെടുമങ്ങാട് അരുവിക്കര സ്വദേശി ചെരുവിലകത്ത് വീട്ടിൽ സെയ്ദ് മുഹമ്മദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചാഴൂർ കുറുമ്പിലാവ് ഗവൺമെന്റ് LP സ്കൂളിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെയും പ്രിന്ററിന്റെയും ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ PK ഇബ്രാഹിം, തൃശൂർ DPO ഡോക്ടർ MB ഹംസ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാത അരവിന്ദൻ, സുജ പുഷ്കരൻ, PK ബഷീർ അഹമ്മദ്, KS അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്തിൽ അടുത്ത കാലത്തുണ്ടായ നിർമ്മാണ പ്രവൃത്തികളെ ചൊല്ലി പരാതി വ്യാപകമാകുന്നു. മാസങ്ങൾക്ക് മുൻപ് പണിത കാനകളും റോഡുമാണ് മഴയായതോടെ തകർന്ന് നാശോന്മുഖമായിരിക്കുന്നത്. ആവശ്യത്തിനുള്ള നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെ നടത്തിയ സൂത്രപ്പണികൾ മൂലമാണ് നിർമ്മാണ പ്രവൃത്തികൾ അവതാളത്തിലായതെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഭരണസമിതിയിലെ ചിലരുടെ ഇഷ്ടക്കാർക്ക് കണ്ണുമടച്ച് നിർമ്മാണ കരാർ നൽകുന്നത് മൂലമാണ് ലക്ഷങ്ങൾ വെള്ളത്തിലാവുന്നത്. കാളമുറി പടിഞ്ഞാറ് ലൂയിസ് ലിങ്ക് റോഡിന് കാന നിർമ്മിച്ചത് 2.5 മാസം മുൻപാണ്. ബ്ലോക്ക് ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാനയുടെ ഭിത്തി കഴിഞ്ഞ ദിവസം പൂർണ്ണമായി അടർന്നു വീണു. വഴിയമ്പലം കിഴക്ക് കുറ്റിക്കാട്ട് അമ്പലത്തിന് സമീപം നിർമ്മിച്ച കാനയെ ചൊല്ലി നേരത്തെ പരാതി ഉണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാന 1 വർഷമാകും മുമ്പേ പൂർണ്ണമായി അടർന്നു വീണു. ഇവിടെ ഇതോടെ വെള്ളക്കെട്ട് ദുരിതവും ഉണ്ടായി. കാളമുറി കടമ്പോട്ട് പാടം റോഡിൽ 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലവും റോഡും ഭീഷണിയിലാണ്. ആവശ്യത്തിന് ടാർ ചേർക്കാതെ നിർമ്മിച്ച റോഡിനെ ചൊല്ലി നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. മഴ വന്നതോടെ റോഡ് പൂർണ്ണമായും തകർന്ന് മെറ്റൽ പുറത്തായിരിക്കുകയാണ്. തീരദേശത്ത് വീണ്ടും വ്യാപകമായി കുടിവെള്ളം പാഴാവുന്നു. ശുദ്ധജലം തോടുപോലെ ഒഴുകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. കാളമുറി വടക്ക് സമാജം അങ്കണവാടിക്ക് മുന്നിൽ ടാപ്പു തകർന്ന് കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് മാസം 4ആയി. 18 മുറി സെന്ററിൽ മാസങ്ങൾക്ക് മുൻപ് തകർന്ന പ്രധാന വിതരണ പൈപ്പ് ഇനിയും ശരിയാക്കിയിട്ടില്ല. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ 500 mm പ്രിമോ പൈപ്പ് തകർന്ന് ശുദ്ധജലം റോഡിൽ പരന്നൊഴുകുകയാണ്. വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചാൽ കരാറുകാരെ അറിയിച്ചിട്ടുണ്ടെന്ന മറുപടി മാത്രമേ ഉള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് വികസനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഹൈവേകളെ സംഘർഷ മേഖലയാക്കുന്ന മുൻ തീരുമാനത്തിൽ നിന്നും കേന്ദ്രമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസിന്റെ പുതിയ പ്രസ്താവനയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് കേരള സർക്കാർ പിന്മാറണമെന്ന് ദേശീയപാത 17 വികസനത്തിന്റെ പേരിൽ ഭൂമി നഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിന് രൂപീകരിച്ച സഹായ സമിതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് NH-17 45 മീറ്ററായി വികസിപ്പിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കെ ഇതിനായി പുറപ്പെടുവിച്ച
3A വിജ്ഞാപനം ജൂലൈ 4-ന് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. പുതിയ വിജ്ഞാപനമല്ലാതെ സർക്കാരിന് മറ്റൊരു മാർഗവും മുന്നിലില്ലാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസ് കേരളത്തിൽ എത്തിയത്. ദേശീയപാതയുടെ വീതി നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട് എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രസ്താവിക്കുകയും ചെയ്തു. കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി എടുത്ത നിലപാടുകൾ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലും പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധി സംഘം നൽകിയ നിവേദനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് തിരസ്കരിക്കുകയുമായിരുന്നു. നേരത്തെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ റോഡിന്റെ വീതി 60 മീറ്ററിൽ നിന്ന് 45 മീറ്ററാക്കി കുറയ്ക്കാമെന്നും 30 മീറ്റർ എന്ന 2 നിവേദന സംഘങ്ങളുടെയും ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. ആ നിലപാടിൽ അയവ് വന്നിരിക്കുന്നു എന്നാണ് ഓസ്കാർ ഫെർണാണ്ടസിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. 30 മീറ്റർ വെച്ച് ഹൈവേ വികസനത്തിനാവശ്യമായ ഭൂമിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ തന്നെ സർക്കാരിന്റെ കൈവശമുണ്ട്. ബാക്കി ഭാഗങ്ങളിലെ ജനങ്ങളും 30 മീറ്റർ ഭൂമി വിട്ടുകൊടുക്കുന്നതിന് തയ്യാറാണ്. അതിനാൽ സർവകക്ഷി നിവേദക സംഘങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ NH-17ന്റെ വീതി കുറയ്ക്കുന്നതിന് സർക്കാർ തയ്യാറാകണമെന്ന് സഹായ സമിതി ചെയർമാൻ KK വത്സരാജും ജനറൽ കൺവീനർ PM അഹമ്മദും ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. രാമായണ പാരായണത്തിന്റെ വിശുദ്ധിയും നാലമ്പല ദർശന പുണ്യവുമായി കർക്കിടകം പിറന്നു. കാക്കാതിരുത്തി പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി പോലീസ് പിടികൂടി. ചാഴൂർ കുറുമ്പിലാവ് ഗവൺമെന്റ് LP സ്കൂളിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെയും പ്രിന്ററിന്റെയും ഉദ്ഘാടനം ഗീതാഗോപി MLA നിർവഹിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.